ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നെതന്യാഹുവിനെ 21-ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച് ഗാലിബാഫ് ഗസയിൽ തുടരുന്ന ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വംശഹത്യയെന്നും പറഞ്ഞു വെക്കുന്നു. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റവാളിയായ പ്രധാനമന്ത്രി 21-ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ ഈ പ്രദേശത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സയനിസ്റ്റുകളുടെ പദ്ധതി മുമ്പത്തേക്കാൾ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുന്നു. ആ ഭ്രാന്തൻ സയനിസ്റ്റ് നായയെ നിയന്ത്രിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഗാലിബാഫിൻ്റെ വാക്കുകൾ. ഗസയെ അദ്ദേഹം പ്രതിരോധത്തിൻ്റെ അവസാന ശക്തി കേന്ദ്രമെന്നും പറഞ്ഞു വെക്കുന്നു. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മേഖലയിൽ കൂടുതൽ ഭീഷണികൾ തടയാനും മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗസയിലെ സാഹചര്യം ദിനം പ്രതി വഷളാകുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിക്കുകയും ചെയ്തു വരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ പ്രശ്നത്തിനൊരു സ്ഥിര പരിഹാരം കണ്ടെത്താൻ പരാജയപ്പെട്ടിരിക്കുന്നതിനാൽ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം തുടരുകയാണ്. ഇതിനിടയിൽ നെതന്യാഹുവിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തിനും ചൂടുപിടിക്കുന്നുണ്ട്. ഈ വിവാദ പദ്ധതി മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും. ആഗസ്റ്റ് 12-ന് ഇസ്രായേലി ചാനലായ i24-ന് നൽകിയൊരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി പിന്തുടരാനുള്ള തൻ്റെ ഉദ്ദേശം തുറന്ന് വെളിപ്പെടുത്തിയിരുന്നു. ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രപരമായി വിപുലമായ അതിർത്തികളോടുകൂടിയ ഒരു ഇസ്രായേലിനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്തിൽ ഇന്നത്തെ ജോർദാനും ലെബനനും സിറിയയും ഈജിപ്തും ഇറാഖും സൗദി അറേബ്യയുടെ അടക്കമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടും. ഇസ്രായേലിന്റെ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കടുത്ത വലതുപക്ഷ സംഘങ്ങൾ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ നിയന്ത്രണത്തിലാക്കാനോ ഉള്ള ആഗ്രഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശയം മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയാണ് സങ്കീർണമാക്കുക, സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം കൊണ്ട് അറബ് രാഷ്ട്രങ്ങളില്ലാതാകും, ഫലസ്തീൻ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന മേഖലയിലെ സമാധാന ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ചരിത്രപരമായി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചില വിഭാഗങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ ആശയം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തിലെ വലതുപക്ഷത്തിൽ തീവ്രമായ ഒരു വിഭാഗത്തിൻ്റെ പ്രചോദനമായിട്ടാണ് തുടരുന്നത്. ഈ പദ്ധതി മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. നെതന്യാഹുവിൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്കെതിരെ അറബ് ലോകം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയമാണിത്. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇസ്രായേലിൻ്റെ വിപുലീകരണ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിലപാടെടുക്കാനും അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് അനിവാര്യമാണെന്നാണ് ഗാലിബാഫും പറഞ്ഞു വെക്കുന്നത്.